ഉമേഷേ എന്തായി? ഇവിടെ പ്രശ്നമൊന്നുമില്ലടാ. എടാ നിന്റെ വല്യച്ഛന് കുഴപ്പമൊന്നുമില്ല, എല്ലാ കാര്യങ്ങളും നോക്കാൻ കൂട്ടുകാരനെ ഞാനില്ലേ ഇവിടെ. എന്ത്? എടാ ആദ്യം ഇടക്കൊന്ന് വലിച്ചായിരുന്നു, അപ്പം ഞാൻ ഒരുപാട് പ്രതീക്ഷിച്ച്. നമ്മളൊന്നുമില്ല, പുള്ളി വേറെന്തോ ആവശ്യത്തിനാണ്. ഒരു വിശേഷവും ഇല്ലടാ. നിങ്ങൾ വീട്ടുകാരുമായിട്ട് സന്തോഷത്തോടെ കല്യാണത്തിന് പൊക്കോ, ബാക്കി കാര്യങ്ങളൊക്കെ ഞാൻ നോക്കിക്കോളാം. ഇനി ദക്ഷിണ തരാനായിട്ട് ഇങ്ങോട്ട് വരണ്ട, നീ അതുവഴി കല്യാണത്തിന് പോ കേട്ടാ. ഇല്ല ഇല്ല, ഇപ്പൊ അകത്തേക്ക് ടോയ്ലറ്റിലേക്ക് പോയിരിക്കാം, ഇപ്പൊ വരും. അയ്യോ അങ്ങോട്ടോ അയ്യോ അതാ നിനക്ക് ഇത്തിരി തടി കൂടുതലാ. ഞാൻ സഹിച്ചോളാം. കൈ എത്തുന്നില്ല. ഇതിനു മുമ്പ് നിന്ന പെങ്കൊച്ച് മെലിഞ്ഞായിരുന്നു, എനിക്ക് പാകായിരുന്നു. അങ്ങോട്ട് ഇരിക്കും വല്യപ്പ. അയ്യോ പിടിക്കണോ? നീ പിച്ചണ്ട, ഒച്ചടുത്ത് കാലിട്ടു. ഞാൻ എന്തെങ്കിലും സഹായം വേണമെങ്കിൽ? വേണ്ട, നീ ഇത് മുഴുവൻ തീർത്താ മതി. സിസ്റ്റർ എന്താ സംഭവം? എന്ത്? അയ്യോ അതൊരു ഞരമ്പ് രോഗമാണ്. അതെനിക്കറിയാം. അത് നിങ്ങളുടെ കൂടെയുള്ള കോമ്പിനേഷൻ കണ്ടപ്പോ എനിക്ക് തോന്നി. പക്ഷെ അതല്ല സുഹൃത്തെ, ഈ പുള്ളിക്ക് ഞരമ്പിന് ഒരു ചേച്ചിക്ക് തകരാറ് പറ്റിയിട്ടുണ്ട്. അപ്പൊ ഈ കൈ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കോച്ചി പിടിക്കും. അത് നമ്മൾ ബലം പിടിക്കരുത്. ബലം പിടിച്ചാൽ പുള്ളിയുടെ ബ്രെയിനിന് കേടാ. അപ്പൊ നമ്മൾ അതൊന്ന് സൂക്ഷിക്കണം. പുള്ളി പിടിക്കുമ്പോ കോച്ചി പിടിക്കാതെ സൂക്ഷിച്ചോളാം കേട്ടല്ല. പിന്നെ ഇനി ഇവരുടെ വീട്ടിൽ ഭയങ്കര ഒരു ഫംഗ്ഷൻ നടക്കണത്. ഒരു കല്യാണം. ചെറുക്കൻ വേണ്ടപ്പെട്ട ആളാണ്. പിന്നെ ചെറുക്കൻ ആരായിട്ട് വരും? ചെറുക്കൻ ഇനിയിപ്പോ കല്യാണം കഴിഞ്ഞിട്ട് പെണ്ണുമായിട്ട് വരുള്ളൂ. അയ്യോ അതല്ല, ചെറുക്കൻ ഈ വല്യപ്പന്റെ ആരായിട്ട് വരും? വല്യപ്പന്റെ കൊച്ചുമോനാണ് ചെറുക്കൻ. അവനെ സ്നേഹിച്ച് കൊച്ചുനാള് മുതൽ സ്നേഹിച്ച് വളർത്തിയ ഒരു വല്യച്ഛനായത്. അപ്പൊ ഇവിടെ വന്നവൻ അനുഗ്രഹം മേടിക്കണം, ദക്ഷിണ കൊടുക്കണം എന്നൊക്കെ പറഞ്ഞു. ഞാൻ പറഞ്ഞു വേണ്ടടാ, നീ കല്യാണത്തിന് പൊക്കോന്നൊക്കെ. അത് ഈ പേരക്കിടാങ്ങളല്ലേ, അവർക്കൊരാഗ്രഹം കാണുമല്ലോ വല്യപ്പൻ ഒരു ദക്ഷിണയൊക്കെ കൊടുക്കും. അതെ അതെ അതെ, വരുമല്ലേ? വരും വരും. നടക്കട്ടെ നടക്കട്ടെ. അതെ വലിച്ച മാസ്ക് എടുത്ത് സ്വന്തമായിട്ട് അങ്ങ് വെച്ച് കളിക്കുവാണോ? അതെ, ഈ എന്തെങ്കിലും കാര്യത്തിന് സിസ്റ്റർമാരെ ഇങ്ങനെ ശല്യപ്പെടുത്തരുത്. എന്തെങ്കിലും കാര്യം കൊണ്ട് എന്നോട് പറഞ്ഞാൽ മതി, ഞാൻ ചെയ്തു തരാം. പിന്നെ എന്തിനാണ് അവരെവിടെ നിർത്തിയേക്കണേ? നിന്നെ ഇവിടെ നിർത്തിയേക്കണേ ഇത് നിന്ന് തീർക്കാൻ അല്ലേ? ക്ലാസ് റൂമില്. അയ്യോ അയ്യോ, മുള്ളണം മുള്ളണം. ഞാൻ കൊണ്ടുപോവാം. മൂത്രസഞ്ചി പൊട്ടി പോവാണ്. അയ്യോ ഞാൻ കൊണ്ടുപോകാം. മുള്ളണം സിസ്റ്ററെ, മുള്ളണം സിസ്റ്ററെ. അയ്യോ ഇങ്ങനെ ഞാൻ കൊണ്ടുപോകാൻ സമ്മതിക്കണല്ലോ. മൂത്രം ഒഴിക്കാൻ പോകണം. മുള്ളണം മുള്ളണം. നീ എവിടെ പോയായിരുന്നു? എനിക്ക് വേറെ ഇവിടെ 100 കൂട്ടം ജോലിയില്ലേ വല്യപ്പ. കോച്ചിപ്പിടുത്തം സൂക്ഷിക്കണം കേട്ടാ. പുള്ളി പിടിച്ചാ പിന്നെ വിടൂല. ഞാൻ പറഞ്ഞോ? നീ എന്തിനാ പറഞ്ഞ ഹലോ. ഇല്ലടാ, നീ ഒന്ന് പേടിക്കാണ്ടിരി. ഇല്ലെന്ന് കുഴപ്പമൊന്നും ഉണ്ടാവൂല, ഞാൻ നോക്കിക്കോളാം. നീ കല്യാണത്തിന്റെ തെറ്റപ്പൊക്കെ നോക്ക് കേട്ടാ. ഇങ്ങനെയൊന്നും വരൂല മോനെ. ഇല്ല ഇല്ല. ഹലോ, 10-50 മുഹൂർത്തം കാര്യങ്ങൾ ചെയ്തോളാം കേട്ടാ. ഇനി ആവർത്തിക്കൂല. ഇല്ലടാ, ഞാനില്ലേ പറയണ. ആ ഒരു വിരസത നമ്മൾ നോക്കണ്ട. ഞാനേ ഇല്ല എടാ, അത് ഇതിന്റെ സംഭവം വിളിക്കില്ലേ? ഇല്ലടാ, കുഴപ്പമില്ലെന്ന് ഞാൻ അങ്ങനെ എപ്പോഴും പറയുമെന്ന് എനിക്ക് തോന്നണുണ്ടോ? പതുക്കെ ഉള്ളൂ. നേരത്തെ പോലെ അപ്പുറം ചുറ്റിക്കാതെ ഇതിലെ അങ്ങ് എളുപ്പത്തിന് കേറരുതോ? അമ്മാരൊക്കെ പോയോ? എല്ലാടോ കാണിക്കുന്നേ? അല്ല, നിന്റെ ഉമ്മയും വാപ്പയൊക്കെ ഉണ്ടോന്ന് ചോദിക്കുവേ. ഉമ്മയും വാപ്പയല്ല, ചാച്ചനും അമ്മച്ചി അവര് വീട്ടിലുണ്ട്. ആണോ? അങ്ങനെ ഒരു ശല്യം പിടിച്ച മനുഷ്യൻ. ഓഹോ, അല്ല സ്നേഹിക്കാന്ന് ആവശ്യമില്ലല്ലോ. എനിക്കത് പറ്റാത്തോണ്ടാ. നിനക്ക് പറ്റില്ലെങ്കിൽ എന്നോട് പറഞ്ഞു. ഇല്ല ഇല്ല, അങ്ങനെ വിഷയം നമുക്ക് ചെയ്യാം. ചെയ്യാടാ. ഓക്കേടാ. അല്ല, ഇതെന്താണ് നിന്റെ കാലേല്? അയ്യോ, ഇതെന്നാ പറ്റി എന്റെ കാലേ? എന്നോടാണ് ചോദിക്കണേ. എടാ, എന്നെ നോക്കാൻ വന്നവന് നീ
അല്ല ഞാൻ ഇവിടെ വന്നപ്പോ അറിയാതെ എനിക്ക് എന്തെങ്കിലും ആക്സിഡന്റ് പറ്റി അറിയാതെ എനിക്ക് ആരെങ്കിലും പ്ലാസ്റ്റർ ഇട്ടോ എന്നോടാണോ ചോദിക്കണേ? ആ എന്തെങ്കിലും ആയിട്ട് നമ്മൾ എന്തെങ്കിലും തിരക്കണം. മോനെ ഞാനാണോ? ആ കണ്ട വലിയച്ഛന് സഹായം ആവശ്യമില്ലെങ്കിലും എന്റെ സഹായം ആപതില്ലാത്ത മനുഷ്യനാണ്. റെഡിയായി വരട്ടെ. അതെ ഒന്ന് എഴുന്നേപ്പിച്ച മോനെ, ഞാൻ ബാത്റൂമിൽ പോകാൻ മൂത്രം ഒഴിക്കാൻ വേണ്ടി. എഴുന്നേപ്പിച്ചേ. കേട്ടാ പിടിച്ചു തരണോ? വേണ്ട, അതൊക്കെ ഞാൻ നോക്കിക്കോളാം. അയ്യേട്ടെ. ഹലോ. ഇല്ല 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 അങ്ങനെ ഒരിക്കലും അല്ല. അതെ, എന്തോ പോസ്റ്റ്മോർട്ടത്തിന് പോസ്റ്റ്മോർട്ടം ചെയ്തില്ലല്ലോ, അപ്പോഴത്തേക്കും ജീവനുണ്ടെന്ന് മനസ്സിലായില്ലേ? അതേ ഇനി ആവർത്തിക്കില്ല. എനിക്കെങ്ങനെ അറിയാം അതിന്റെ കാര്യങ്ങളെ കുറിച്ച് വ്യക്തമായിട്ട് പറയുമ്പോ? നീ പറ ഞാൻ കേക്കാം. ഓക്കെ അതെ നീ പറ ഞാൻ കേക്കാം. അല്ല ഇപ്പൊ ഞാൻ എന്ത് പറയാൻ പറ്റും? ഇല്ലില്ല. എടാ നിന്നെ ആ അതല്ല, മാന്യമായ ഒരു ഡ്യൂട്ടി ചെയ്യുന്ന മനുഷ്യനെ നീ പറയണ എന്താ? വെറുതെ ഒരു എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? കാര്യമില്ലാതെ. ഇല്ല 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 അങ്ങനെയല്ല, കാര്യമുണ്ടല്ലോ. കാര്യമില്ല. പിന്നെ പിന്നെ കാര്യമില്ലാതെ എങ്ങനെ? എങ്ങോട്ടോളൂ അവനെ. നീ ഇപ്പൊ എന്തിനാണോ ഇങ്ങോട്ട് വന്നത്? അതെന്നാ വർത്താനം പറയണേ? എടാ നിന്റെ ഒരു മംഗളകർമ്മം നോക്കാൻ പോകുന്നു, നീ ഇങ്ങോട്ട് വരേണ്ട കാര്യമുണ്ടോ? എന്നെ ഇത്രയും നാളും വളർത്തി വലുതാക്കിയത് എൻ്റെ അപ്പനും അമ്മയല്ല, ചാച്ചാത്തനാണ്. അപ്പോൾ ചാച്ചാത്തിൻ്റെ അടുത്ത് വന്ന് എനിക്ക് ദക്ഷിണം കൊടുത്ത് അനുഗ്രഹം വാങ്ങിക്കാതിരിക്കാൻ എനിക്ക് പറ്റുമോ? വേണ്ട, ഈ കാലം തൊട്ട് അനുഗ്രഹം വാങ്ങിക്കാതിരിക്കാൻ പറ്റുമോ? അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഞാൻ വരും, ഞാൻ അനുഗ്രഹം വാങ്ങിക്കും, വരും 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 എന്ന് പറഞ്ഞത്. എപ്പോഴാ മുഹൂർത്തം? മുഹൂർത്തം അതിലെ 10:50 സമയമായി. ആണോ? സമയമായി. എന്ന് തന്നെ ഒന്ന് അനുഗ്രഹിക്കാം, എന്ന് പ്രാർത്ഥിക്കണം. ഒന്ന് പ്രാർത്ഥിച്ച് അനുഗ്രഹിക്കണം. എൻ്റെ ജീവിതത്തിലേക്ക് കടക്കുക. ഇന്ന് കലക്കും. അതെന്നാ കല്യാണം അല്ലേ, കലക്കും നീ. അല്ല, ഞാൻ എന്നിട്ട് പ്രാർത്ഥന. എന്റെ കൂട്ടുകാരന്റെ കല്യാണാന്നേ ഇന്ന്. അയ്യോ, ഇതിനെന്നാ പറ്റിയ? ഇല്ല ഇല്ല. ഹലോ എടാ. സുമേഷ് നീ വന്ന. എടാ നീ എത്രയാണ് ഇങ്ങോട്ട് വന്നില്ലേ? ഇത് എന്നാണ് അവന്റെ കയ്യാല്? ഈ വണ്ടി ഒന്ന് പോകട്ടെ, മാർക്ക്. എടാ ഈ കയ്യും കാലൊക്കെ എന്ത് പറ്റി? എനിക്ക് എന്ത് പറ്റിയെന്ന് സത്യം പറഞ്ഞ് അറിഞ്ഞൂടെ? ഇവിടെ എന്തൊക്കെയോ സംഭവിക്കുന്നുണ്ട്. നീ എന്തിനാ ഇങ്ങോട്ട് വന്നത്? അല്ല, ഞാൻ അച്ഛൻ്റെ അനുഗ്രഹം വാങ്ങിക്കാൻ വേണ്ടി വന്നതേ. നീ കല്യാണത്തിന് വരത്തില്ലടാ. ഞാൻ എങ്ങനെ കല്യാണത്തിന്? ഞാൻ ഇവിടെ അഡ്മിറ്റ് അല്ലടാ. എപ്പോ? എന്നെ ഡോക്ടർ ഡിസ്ചാർജ് ചെയ്ത് ഇനി വരാനൊക്കുവോ? എപ്പോഴാണെന്ന് ചോദിച്ചാൽ എങ്ങനെയോ അഡ്മിറ്റ് ആയി പോയില്ലേ? ഇനി ഇവന് എന്തൊക്കെയാ പറയണത്? അത് പോട്ടെ, ചാച്ചൻ്റെ അടുത്ത് വന്ന് അനുഗ്രഹം വാങ്ങിക്കാതെ ഞാൻ കല്യാണം കെട്ടിട്ട്. നീ കൊച്ചുനാള് മുതൽ നിന്നെ സ്നേഹിച്ച് വളർത്തിയ ചാച്ചനാണെന്നൊക്കെ അറിയാം. അപ്പൊ പിന്നെ അനുഗ്രഹം വാങ്ങിക്കാതെ ഞാൻ കല്യാണത്തിന് 10:50 മുഹൂർത്താണ് സുമേഷ പോകാൻ. അതായിക്കോട്ടെ, എന്നാലും എന്നെ വളർത്തിയതാ, നിനക്കറിയാവോ? എന്താ ദർശനം കൊടുത്തിട്ട് പോ. അനുഗ്രഹിക്കണം, എന്നെ ആശീർവദിക്കണം. ഞാൻ പെണ്ണിനെയും കെട്ടിട്ട് പെണ്ണിനെയും കൂട്ടിക്കൊണ്ട് വരാം. ചാച്ചന്റെ അനുഗ്രഹം അവർക്ക് കൊടുക്കണം. ഓക്കെ, നമുക്ക് ചാച്ചൻ നോക്കണോടാ. 10:50 മുഹൂർത്താണ്, പോവാൻ നോക്കാനേ. ഞാൻ പോകും. നിനക്കറിയാലോ ഈ കല്യാണം ഇപ്പൊ നടന്നില്ല, 10 വർഷം കഴിഞ്ഞ് നിനക്ക് കല്യാണ യോഗം ഉള്ളു കേട്ടാ. പറഞ്ഞില്ലെന്ന് വേണ്ട. ചാച്ചാ, കയ്യനോട് ഞാൻ പോണ്ടേ? മുറുകി പോയല്ലോ. എന്തോ ഞരമ്പ് കയറി മോളോടക്കി. ചാച്ചാ കല്യാണാണ്. ഇല്ല ഇല്ല, ഞാൻ ഇത് വിടാൻ പറ്റൂട്ടാ. ഞരമ്പ് ഉടക്കി. അതെ, ചെറുക്കന്റെ കല്യാണാണ് 10:50. എടാ എനിക്ക് വിടണമെന്നുണ്ട്, ഞരമ്പ് കയറി ഉടക്കി. കൈ കഴിയണ്ടേ? അസുഖം നിനക്കറിയാലേ, ഞരമ്പ് കോച്ചിപ്പെടുത്താന്ന്. സിസ്റ്ററെ അല്ലെന്ന് ചാച്ച വിട്, എന്ത് കല്യാണം? ഞരമ്പ് ഉടക്കി. സിസ്റ്റർ, ഈ കാരണവര് കൈ എന്റെ തമ്പുരാനെ, 1/2 മണിക്കൂർ സമയമേ ഉള്ളൂ സുമേഷ. നിന്നോട് ഞാൻ പറഞ്ഞല്ലേ, അപ്പൊ സ്നേഹമാണോ കോപ്പാണെന്നൊക്കെ പറഞ്ഞ് ഇങ്ങോട്ട് കയറി വന്ന് നല്ല കാര്യമുള്ള കാര്യമാണ്. വലിക്കല്ലേ അല്ല, ബലം പിടിക്കല്ലേ. അങ്ങനെ ബ്രെയിന് കേടാകും. അത് ബലം പിടിക്കരുത്. ഇത് എപ്പോഴാ അഴിയുന്നതെന്ന് പറയാൻ പറ്റത്തില്ല. അങ്ങേരുടെ ബ്രെയിൻ കേട് എന്റെ മുഹൂർത്തം എന്ന് വിടും. ഞാൻ പിന്നെ എനിക്ക് അത് എന്റെ മുഹൂർത്തം. ഒരു കാര്യം ചെയ്യ്, ഇവിടുത്തെ ആംബുലൻസ് വിളിച്ചിട്ട് നമുക്ക് ആംബുലൻസിൽ ഇങ്ങനെ കയറ്റിക്കൊണ്ട് പോകട്ടെ. അവിടെ ചെന്ന് കെട്ടിടത്തിട്ട് തിരിച്ചുകൊണ്ട് വരാം. കല്യാണപ്പന്തലേക്ക് കല്യാണ വണ്ടി പോകാം, ആംബുലൻസിൽ കയറി പോകണം. നാണക്കേടല്ലേ? ഒരു നാണക്കേടൊന്നുമില്ല. അവിടെ ചിലപ്പോൾ നമ്മളൊരു ബോർഡ് വെച്ചാൽ മതി, ഈ ക്യാരവാനാണെന്ന്. ഞാനേ പോകണം പറഞ്ഞു. ഇങ്ങനെ മ്യൂസിക് കൂട്ട് പോകുന്നു. എനിക്ക് വലിയ വിഷയമാകും. ഞാൻ എന്റെ പേഷ്യന്റിന് വിട്ടു തരത്തില്ല. അല്ലെന്ന് ഇത് എന്ത് പരിഹാരം ഉണ്ടാക്കണം? എന്തെങ്കിലും പരിഹാരം ഉണ്ടാക്കണം. നീ ഒരു കാര്യം ചെയ്യാവോ? എന്ത് ഇവിടെ വേറെ ആളില്ല സിസ്റ്ററെ, വിളിക്ക്. ഒന്നിങ്ങോട്ട് വന്ന ഉമ്മച്ച എന്നതോ ഇത് ഇങ്ങനെ ഞരം പൊളുക്കി. എടാ ഇത് ചേട്ടാ ഒന്ന് പിടിച്ചു തരാവോ? ഈ കൈ ഒന്ന് വെട്ടി മാറ്റി തന്നാലും മതി, ഞാൻ പൊക്കോളാം. മരപ്പണിക്കാരൻ രാഘവനെ വിളിച്ച് കഴിഞ്ഞാൽ ആ കാര്യം നടക്കും. സവാള് വെച്ച് ഗുണമാണെന്ന് വെട്ടിത്തരും. അയ്യോ, അല്ല അങ്ങനെയാണെങ്കിലും കുഴപ്പമില്ല. എന്റെ കല്യാണം നടക്കട്ടെ, മുഹൂർത്തം പോകും സിസ്റ്ററെ. വയ്യാത്ത നിങ്ങൾ വലിക്കല്ലേ.
എന്നാ, എന്നാ? പേടിക്കണ്ട ആ. അതൊക്കെ ഞാൻ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. എന്നാ അറിയിച്ചു ചെയ്തിട്ടുണ്ട്. ഇവരിങ്ങോട്ട് പോകുന്നല്ലോ. അതാ പറഞ്ഞ ഞാൻ അറേഞ്ച് ചെയ്തിട്ടുണ്ടെന്ന്. നിർത്ത്. അതെ മുഹൂർത്തമായി നിങ്ങൾ എന്ത് പരിപാടിയാണ് കാണിക്കുന്നത്? ഞങ്ങൾ ഇങ്ങോട്ട് വിളിച്ചു വരുത്തിയിട്ട് ഇതേ സംഭവം എന്ന് പറഞ്ഞ ചെറുക്കനൊരു ആവ്, ആവ്, ചെറുക്കൻ്റെ ആവ്. അപ്പാപ്പനാ, ഒരു അസുഖക്കാരനാ. അപ്പൊ കൈ തമ്മിൽ കൂട്ടി പിടിച്ചു വെച്ചിരിക്കുവാ. അപ്പൊ ചെറുക്കൻ അവിടെ നിന്ന് രക്ഷപ്പെടാൻ പറ്റില്ല. അതുകൊണ്ട് പെണ്ണിനെയും കൂട്ടി നിങ്ങൾ ഇങ്ങോട്ട് വിളിപ്പിച്ചതിന്റെ കാരണം അതാ. ഇവിടെ വെച്ച് നമുക്ക് ആ ചടങ്ങ് അങ്ങോട്ട് നടത്തണം. ഇവിടെ വെച്ച് നടത്താനോ? ലക്ഷങ്ങൾ മുടക്കി ഞാൻ അവിടെ പന്തൽ കെട്ടിയിട്ടിരിക്കുക, മണ്ഡപം ഒരുക്കിയിരിക്കുക, സദ്യ ഒരുക്കിയിരിക്കുക. ഇവിടെ വെച്ച് നടത്താൻ എന്റെ മകൻ ഞാൻ സമ്മതിക്കില്ല. ചാച്ച ഈ കെട്ട കാരണവർക്ക് അനുഗ്രഹം വാങ്ങിച്ചേക്കാൻ നോക്കി എന്റെ പ്രാന്ത് പോന്നാ. സമ്മതിക്കില്ല. എന്റെ മകളുടെ കല്യാണം ഇങ്ങനെ അച്ഛാ. ഹോസ്പിറ്റലിൽ സമയം. ഞാൻ സമ്മതിക്കില്ല. എന്റെ അനുവാദത്തോടു കൂടി നടക്കില്ല. ഇപ്പൊ തന്നെ ഒരുമിച്ച് താമസിച്ച്. ഞാൻ എന്തിനാ പൈസ മുടക്കി? സമ്മതിക്കില്ല. ഇപ്പോൾ തന്നെ ഇവിടെ കല്യാണം അമ്മച്ചി കല്യാണം നടത്തണം. ഞാൻ സമ്മതിക്കില്ല. താലി കെട്ടിയാൻ പാടില്ല കേട്ടോ. താലി കെട്ടി. ഒന്ന് വാങ്ങിക്ക്. ഇവിടെ വെച്ച് കെട്ട നടക്കുള്ളൂ. ഒന്ന് സഹായിക്കും സിസ്റ്റർ പ്ലീസ്. ഇപ്പൊ നടന്നില്ല പിന്നെ ഇവന് കല്യാണം നടക്കൂല. അതുകൊണ്ടാ. ഏതായാലും ആ ചടങ്ങ് കഴിഞ്ഞല്ല, ബാക്കിയുള്ളവന് സമാധാനം. എന്റെ ദൈവമേ, ഞാൻ പേടിച്ചു പോയി. എനിക്ക് കെട്ടാൻ പറ്റില്ല. എന്റെ കാരണം പറയാം, ഒരു 10 മിനിറ്റ് മുമ്പ് നിങ്ങൾ ഈ ചുമയും വന്ന് ഈ കൈ വിട്ടായിരുന്നെങ്കിൽ എനിക്ക് ആ പന്തൽ വെച്ച് കെട്ടാൻ പാടായിരുന്നു. ഇങ്ങനെ വരുമെന്ന് ഞാൻ ഇപ്പൊ കരുതി. നീ സംസാരിച്ച് നിൽക്കണ്ട. ഇന്ന് നിന്റെ ആദ്യ രാത്രിയാണ്. നീ പെണ്ണിനെ വിളിച്ചോണ്ട് വീട്ടിൽ പോകാൻ നോക്ക്. എത്രയും പെട്ടെന്ന് അവിടെ ചെല്ലാൻ നോക്ക്. എന്നാണ് സംഭവിച്ചത്? തന്നെ പറ്റിയ ഇവിടെ കല്യാണം കഴിഞ്ഞ് എനിക്കറിയത്തില്ല. എന്നാ പറ്റിയേ? ഇവിടെ കല്യാണമൊക്കെ കഴിഞ്ഞ് വേറെ സംഭവ വിശേഷങ്ങളൊന്നുമില്ല. എന്റെ മകളെ കല്യാണം കഴിഞ്ഞോ? പിന്നെ മുഹൂർത്തം തെറ്റിച്ച്. മുഹൂർത്തം തെറ്റിയാലും കുഴപ്പമൊന്നുമില്ല, ചടങ്ങ് നടന്നല്ലോ. ഇത് ഞാൻ അനുവദിക്കുമല്ല. അല്ല വന്നേ ഒരു മിനിറ്റ്. സുമേഷ് അതെ, എന്നാണല്ലോ എന്റെ കല്യാണം സമയം തെറ്റിച്ച് നടത്തി എന്റെ ആദ്യരാത്രി. അതെനിക്ക് സമയം തെറ്റാൻ പാടില്ല. ഇപ്പൊ വിട്ടാലാണ് വീട്ടിലെത്താൻ പറ്റുള്ളൂ. എത്താ അല്ല വേണ്ട, ഞാൻ പോവാ. എല്ലാവരും കൂടി എന്റെ ദൈവമേ, ഇതെന്നാ നീ വന്നില്ലേ? ഞാൻ വരാത്തല്ല, എന്നെ വിടാത്തയാ. ആര് അപ്പച്ചൻ കാരണവരെ വിളവെടുക്കരുത്. ഞാൻ പറഞ്ഞേക്കാം, എന്റെ കല്യാണം നിങ്ങൾ സമയം മാറ്റി നിങ്ങൾ കളഞ്ഞു. ഇനി എന്റെ ശാന്തി മുഹൂർത്തം കൂടെ മുടക്കാനുള്ള പരിപാടിയാണോ? എന്താ ഞരമ്പ് വിളിക്കുന്ന? ഞാനും പൊളിക്കിട്ട് കാര്യമില്ല. കാരണം കൈ വെട്ടിയെടുത്താണെങ്കിലും എന്റെ ആദ്യരാത്രി നടത്തണം. എന്റെ മോളെ എന്നെ കൂടാതെ മിണ്ടാതിരിയൊന്നും. ഇതിപ്പോ എന്തെങ്കിലും സംഭവിച്ചു പോയില്ല. എന്തെങ്കിലും പരിഹാര മാർഗം നോക്കാം നമുക്ക്. ദൈവമേ, എന്റെ കല്യാണം മുടക്കുമല്ലോ, എന്റെ ആദ്യരാത്രി ഇങ്ങനെ മുടക്കുവാണല്ലോ ഈശ്വര. എന്നാ പരിപാടി? സിറ്റുവേഷൻ അനുസരിച്ച് ഒരു സാധനം വായിച്ചതാ. നടന്നു പൊക്കോ. കല്യാണം മുടങ്ങിക്കുവാ. എന്റെ ദൈവമേ, നിങ്ങൾ എന്ത് കഷ്ടപ്പാടാണ്. ഇവിടെ ആദ്യ രാത്രിയല്ലേ നിങ്ങൾ മുടക്കിയത്? ഇവൻ പേടിക്കണ്ടെന്ന്. ഇവന്റെ കല്യാണം ഇവിടെ വെച്ചല്ലേ നടത്തിയത്. അപ്പൊ ഇവിടെ വെച്ചാൽ ആദ്യരാത്രി നടക്കട്ടെന്നോ? ശരിക്കും ഇയാളുടെ കയ്യിലാ പ്ലാസ്റ്റർ ഉണ്ടായിരുന്നത്. ആണാ? നിങ്ങൾ നോക്കടാ. Comedy Masters.